എല്ലാവർക്കും ഇന്നത്തെ ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ എക്സാമിൻ്റെ ടൈമാണല്ലോ. അപ്പോൾ എക്സാമൊക്കെ എല്ലാ കുട്ടികൾക്കും നന്നായി എഴുതാൻ കഴിയുമോ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 3 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് വാൻസ്, പിന്നെ സ്ട്രെങ്ത് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആദ്യം വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ് വരുമ്പോൾ ഒരു സക്സസ് ഇവിടെ നമുക്ക് കാണാനുണ്ട്. വളരെയധികം നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാനും ഒരു സെലിബ്രേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു റിലീഫ് അല്ലെങ്കിൽ ഒരു നല്ല ഫീലിങ്സ് ഉണ്ടാകാനാണ് സാധ്യത. അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും, അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോടു കൂടിയും കറേജോടു കൂടിയും ഫോക്കസ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കാണിക്കുന്നത്. എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും, ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയും, നിങ്ങളുടെ നോളേജ് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് എന്ന കാർഡാണ്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടും പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നിങ്ങൾ മെൻ്റൽ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ക്ഷമ നിങ്ങൾക്ക് വേണം. അതുപോലെ നിങ്ങൾക്ക് കൺട്രോളും ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾ പാനിക് ആകാതെ അതിനെ മാനസികമായി നിങ്ങൾ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ വന്നിരിക്കുന്ന സ്പ്രെഡുകളൊക്കെ പറയുന്നത് നിങ്ങൾ കോൺഫിഡൻസ് ആയി തന്നെ എക്സാം എഴുതാൻ കഴിയും. ചെറിയ പാനിക്കൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ കാമായി ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും എന്നാണ് കേട്ടോ. അപ്പോൾ റീഡിങ് മാത്രം പോരാ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷനും വേണം. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് പോവുക കേട്ടോ.